നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 4 അതിഥികൾ, 4 പേർക്ക് സ്വാഗതം. പുതിയ സിനിമയുടെ വിശേഷമാണ് അല്ലേ? എനിക്കൊന്ന് ഈ സിനിമ 2 വർഷം മുമ്പ് ഷൂട്ട് നടക്കുന്ന വയനാട് ഞാൻ ഈ ലൊക്കേഷനിൽ വന്ന ഒരു ആളറിയാം. ഈ ലൊക്കേഷനിൽ അസ്ത്ര സിനിമ എന്താണെന്ന് ഏറെക്കുറെ കഥ മനസ്സിലാക്കി പോയ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കണം. പിന്നെ ഷാജൻകുട്ടൻ വന്ന കുറച്ച് 2 വിവാദം കൂടി ഇട്ടിട്ട് പോകാൻ ആദ്യം സിനിമയിലേക്ക് തന്നെ പോകാം അല്ലേ? ഇതിന്റെ ഒരു അന്വേഷണമാണ് ഈ സിനിമ. അന്വേഷണമാണ്, ക്രൈം ത്രില്ലറാണ്. ഇങ്ങനെ ഒത്തിരി സിനിമകൾ വന്നു പോകുന്നുണ്ട്. ഷാജൻ ചേട്ടൻ ചെയ്ത് കുറേ പോലീസ് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും പ്രേക്ഷകർക്ക് ഇതിൽ നിന്നും ഷാജൻ ചേട്ടൻ നൽകാൻ കഴിയുന്ന ഒരു മെസ്സേജ്? ഞാൻ ചെയ്ത സിനിമയിൽ ഇത് ഞാൻ വളരെ വ്യത്യസ്തമായിട്ടൊരു പോലീസ് കഥാപാത്രമാണ്. നമ്മൾ ഓരോ സിനിമ ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കും, നിങ്ങൾക്ക് ഇത് തന്നെയാണോ പണിയെന്ന് ചോദിക്കും. പക്ഷേ എനിക്കറിയാലോ, നമ്മൾ ചില കഥകൾ കേട്ട് കഴിയുമ്പം അല്ല നമ്മൾ തോന്നും ഇത് മിസ് ചെയ്യാൻ പറ്റില്ല, നമുക്കിത് ചെയ്യണമല്ലോ എന്ന് തോന്നും. പിന്നെ നമ്മൾ ആ ഫുൾ ഒരു ടീമും അതിൻ്റെ ഒരു ഡയറക്ടറുടെയും റൈറ്റേഴ്സിൻ്റെയും പ്രൊഡ്യൂസറുടെയും ഒക്കെ ഒരു ബോണ്ടും അവർക്ക് സിനിമയോട് കാണിക്കുന്ന ഒരു താല്പര്യമൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതിനകത്തൊരു ഭാഗമാവണമെന്ന് തോന്നും. അങ്ങനെ തോന്നി നമ്മൾ ചെയ്യാൻ ഭാഗ്യം കിട്ടിയൊരു സിനിമയാണ് അസ്ത്ര. ഇതിലും ഒരു CI വർക്കി എന്ന് പറയുന്നൊരു കഥാപാത്രമാണ്. ഈ അന്വേഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനകത്ത് കുറേയേറെ മിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അതൊന്നും നമുക്കങ്ങനെ റിവീൽ ചെയ്യാൻ പറ്റില്ല. എന്താണ് നമ്മുടെ ക്യാരക്ടറിൻ്റെ ഒരു ഡെപ്ത്, എന്താണ് കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംതിങ്, ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന, മേക്കിങ്ങിലാണെങ്കിലും സ്ക്രിപ്റ്റിലാണെങ്കിലും ഒക്കെ കഥ പറച്ചിലും ഒക്കെ ആണെങ്കിലും കുറച്ച് വ്യത്യസ്തത ഫീൽ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും അസ്ത്ര. അതുകൊണ്ട് തന്നെ ഇതിലും ഒരു പോലീസ് കഥാപാത്രത്തെ അവതരിപ്പിച്ചതിൽ ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. ഈ പറഞ്ഞ പോലെ പോലീസ് കഥാപാത്രം ഇപ്പൊ പറഞ്ഞു വെച്ചാൽ നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് വേറിട്ട ഒരു കഥാപാത്രമായിട്ട് നമുക്ക് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തോന്നുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ആ പോലീസ് എങ്കിൽ പോലീസ് എന്ന നിലയിലേക്ക് നമ്മൾ ഈ അന്വേഷണം ചെയ്യുന്ന സിനിമകൾ ഒത്തിരി വന്നു പോകുന്നു. ഈ ഇടയ്ക്ക് വന്നുപോയ സിനിമകളെല്ലാം അങ്ങനെ. അപ്പൊ പ്രേക്ഷകരെ പിടിച്ചിരുത്തണമെങ്കിൽ നല്ല എലമെന്റ് വേണം അല്ലെ? അത്തരം ഒരു സംഭവങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് ആ എലമെന്റ് ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഈ എൻ്റെ കഥാപാത്രത്തെയും കൂടുതൽ അന്വേഷണത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് ഈ അടുത്തിരിക്കുന്ന ആൾ. അപ്പോൾ ഈ അന്വേഷണത്തെക്കുറിച്ചും അതിൻ്റെ കൂടുതൽ ആധികാരികമായി അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് തോന്നുന്നു അമിത് തന്നെ ആയിരിക്കും അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൾ. എൻ്റെ ക്യാരക്ടർ ഈ പറയുന്നത് പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒളിച്ച് വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇയാളുടെ അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ഏത് രീതിയിലാണ് ഇയാൾ അന്വേഷണം നടത്തുന്നത്, ആ അന്വേഷണം എവിടേക്കാണ് എത്തിച്ചേരുന്നത്, ആരാണ് ശരിക്കുള്ള ഇതിനകത്തുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളെന്നുള്ളതൊക്കെയാണ് ഈ ഒരു അന്വേഷണത്തിലോട്ട് പോകുന്നത്. അപ്പോൾ കൂടുതൽ അന്വേഷണത്തെക്കുറിച്ച് പറയാൻ എന്തുകൊണ്ടും മൈക്ക് കൈമാറുകയാണ് നമ്മുടെ നായകനെ കൈമാറി കഴിഞ്ഞിരിക്കുന്നത്. ഇടയ്ക്ക് കുറേ സിനിമകൾ നമ്മൾ ഒരുമിച്ചിരുന്നു അല്ലേ? കുറേ സിനിമകൾ അടുപ്പിച്ച് വന്ന് റിലീസ് ചെയ്യുന്ന ഒരു ഭാഗ്യ നടനായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുക. സന്തോഷം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. അതിലും പേഴ്സണലി എനിക്കൊരു സന്തോഷം കൂടെ ഉണ്ട് അതിൽ. തീർച്ചയായിട്ടും ഈ പടത്തിന്റെ എനിക്ക് തോന്നുന്നു ഈ പടം സ്ക്രിപ്റ്റ് സംസാരിക്കാൻ ഷാജോന്റെ അടുത്ത് വന്നത് തേരിന്റെ ലൊക്കേഷനിലാണ്. അസാദക്കയും ഒരാളും കൂടി അന്ന് ചേർന്ന് പറഞ്ഞു. അപ്പൊ കാരോളിൽ ഞാൻ പുറത്തുണ്ട്. അപ്പൊ ഞാൻ അവിടെ ഫുഡ് കഴിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ രണ്ടുപേരും അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മുടെ കഥ പറയാൻ വേണ്ടി പോണെന്ന് പറഞ്ഞ് ഇറങ്ങി. അപ്പൊ എന്നെ തൊട്ടടുത്തിരുന്ന ആരോ ഈ പരിചയപ്പെടുത്തുകയും ചെയ്തു. അന്ന് ഞാൻ ഇതിൽ ആക്ടർ അല്ല. അപ്പൊ ഞാൻ വെറുതെ മനസ്സുകൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് വെറുതെ ഇരിക്കുന്നതിന് മുമ്പ് ഞാൻ ചിന്തിച്ചു, നമ്മുടെ അടുത്തൊക്കെ എപ്പോഴാണോ വന്നത്? ഞാൻ വെറുതെ ഇങ്ങനെ ചിന്തിച്ചു, വെറുതെ. പക്ഷെ ആ ഭാഗ്യത്തിന് ഈ പടത്തില് നേരെ ഞാൻ അഭിനയിക്കാൻ ഒരു ഭാഗ്യം കിട്ടുകയും ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് അഭിനയം ചെയ്തു. എനിക്ക് യുവം കഴിഞ്ഞ്, തേര് കഴിഞ്ഞ്, സന്തോഷം കഴിഞ്ഞ് അസ്ത്ര, ഷാജൻചോടൊപ്പം 4ാമത്തെ സിനിമയാണ് ഒരുമിച്ച് അഭിനയിക്കുന്നത്. 4 സിനിമയിലും നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്തു. ഇതിൽ അന്വേഷണം ഇപ്പൊ നടത്തുന്ന ഒരു CA ആണ്. റാങ്ക് കൂടിയ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് എനിക്ക് കാണുന്നത് പോസ്റ്ററിലൊക്കെ. ഇല്ല, റാങ്ക് അവിടെയാണ് കൂടുതൽ. റാങ്ക് അവിടെ കൂടുതൽ അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഒത്തിരി അന്വേഷണ സിനിമകൾ വരുന്നതല്ലേ? സിനിമകൾ ഒത്തിരി വരുന്നുണ്ട്. ആളുകൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട്. അത്തരം ഒരു ട്രെൻഡിലേക്ക് മാറി. ഫാമിലിയിൽ നിന്നും എല്ലാ സിനിമകളും ഇഷ്ടപ്പെടുന്ന നിലയിലേക്ക് ഇപ്പോൾ ആളുകൾ മാറുന്നുണ്ട്. എന്താണ് ഈ കഥ കേട്ടപ്പോൾ നമുക്ക് അഭിനയിച്ചാൽ എൻ്റെ ഈ ക്യാരക്ടർ ഓക്കെയാണെന്ന് തോന്നാനുള്ള കാരണം? ഒന്നാമത്തെ കാര്യം, ഈ വാരിക്കുഴിയിലെ കൊലപാതകം ഇറങ്ങിയപ്പോൾ അതിൽ ആ പോലീസ് വേഷം വിട്ടുള്ള ഫൈറ്റ് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എപ്പോൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണത് ഒരു പോലീസ് വേഷം ചെയ്യും, പൊളിക്കും എന്ന് പറഞ്ഞിങ്ങനെ കമൻറ്റ് ചെയ്യും. അപ്പൊ ഈ പൊളിക്കും കിട്ടണ്ടേ പൊളിക്കാനായിട്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ തേരാണ് പോലീസ് വേഷം പോലത്തെ വന്നു. പക്ഷെ അതിനകത്ത് ഒരു സീനുള്ളൂ, പോലീസ് വേഷം ഇട്ടുന്നുള്ളൂ. പിന്നെ വന്ന് ത്രൂ ഔട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഹെഡ് ചെയ്യാനൊക്കെ കിട്ടുന്ന ഒരു ചാൻസ് കിട്ടുന്ന ഇതിൻ്റെ അകത്താണ്. അപ്പോൾ എനിക്ക് ഈ പോലീസ് വേഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പോലീസുകാരെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ വെൽ ഡ്രസ്ഡ് യൂണിഫോം ഇടുന്ന പൈലറ്റ്സ് ആണെങ്കിലും പോലീസ് ഭയങ്കര ഇഷ്ടമാണത്. കിട്ടിയ ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ ചാടിക്കറി പിടിച്ചു എന്ന് വേണം പറയാൻ. പിന്നെ എനിക്ക് തോന്നി നേരത്തെ ചോദിച്ച പോലെ തന്നെ ഈ വയനാടിനെയൊക്കെ ബേസ് ചെയ്ത്
ഒരുപാട് റിയൽ ഇൻസിഡൻസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു കൂട്ടം ആൾക്കാരെ അറ്റാക്ക് ചെയ്യാനായിട്ട് എല്ലാവരും എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഇറ്റ് ഇസ് ഈസി. കാര്യം അവരെ വെറുക്കപ്പെട്ടവരാവാം, പക്ഷെ അതിന്റെ പേരിൽ ചിലപ്പോൾ മുതലെടുക്കലുണ്ടാവാം. അപ്പൊ അങ്ങനെ ഒരു ബേസ് ചെയ്ത് ഒരു റിയൽ ഇൻസിഡൻസിനെയൊക്കെ ബേസ് ചെയ്ത് നല്ല വെൽ റിട്ടൺ ആയിട്ട് തോന്നി. പിന്നെ ഇത് ചെയ്തു തുടങ്ങിയപ്പോൾ ഇതിന്റെ ക്യാമറാമാൻ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും പ്രൊഡക്ഷൻ ടീം ആണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും രണ്ടുപേരാണ് എക്സിക്യൂഷൻ ലെവലും നല്ല ഭംഗിയായിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്തു. ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതെ. അപ്പോൾ ഈ സിനിമ ഇനി പ്രേക്ഷകരുടെ മുമ്പിലേക്കാണ് അല്ലേ? வணக்கம். வணக்கம், சொல்லுங்க. தமிழ், மலையாளம், ஹிந்தி. நீங்க மலையாளம் பேசுறீங்க, நான் தமிழ்ல பேசுறேன். எல்லாமே பேசும். நான் எல்லா பாஷையும் பேசுறேன். മലയാളത്തിൽ ഫസ്റ്റ് പാൻ ഇന്ത്യൻ ആക്ട്രസ്. അങ്ങനെയാണ് ആ പേരിൽ അങ്ങനെ ഫസ്റ്റ് ഫിലിം മലയാളം. ஆமா, ஃபர்ஸ்ட் மலையாளம்ல. எப்படி இருந்தது? மலையாளம்ல நடிச்ச எக்ஸ்பீரியன்ஸ் ரொம்ப ஒரு நல்ல எக்ஸ்பீரியன்ஸா இருந்திருக்கு. ஃபர்ஸ்ட் எனக்கு தெரியாது எப்படி இருக்கும் ஒர்க் என்வாயன்மெண்ட் எப்படி இருக்கும்னு. நான் இது வரைக்கும் தமிழில் மட்டும்தான் நடிச்சிருக்கேன். ஸோ இங்கே வந்து நடிக்கும்போது எக்ஸ்பீரியன்ஸ் பண்ண எல்லாமே ரொம்ப கம்ஃபர்டபுளாக இருந்தது. எஸ்பெஷலி எனக்கு கூட நடித்த கோ ஆக்டர்ஸ் எல்லாருமே ரொம்ப என்ன சொல்கிறது, அந்த வெளியிலேருந்து வந்திருக்கேன் புதுசாக வந்திருக்கேன்னு ஒரு எனக்கு எதுவுமே ஃபீலே ஆகலை. ரொம்ப கம்ஃபர்டபுளாக இருந்தது எல்லாமே. உங்கள் வேஷம் இருந்து உங்கள் ஆக்டருக்கு பேர் என்ன நடிச்சிருக்கு? என்னோட கேரக்டர் என் கேரக்டர் பேர் வந்து கனி. இதில் அவங்க வந்து ஒரு ட்ரைபல் வில்லேஜ் கேர்ள். ஸோ ரொம்ப சட்டிலான ஒரு கேரக்டர் தான். ஃபேமிலி பாண்டிங், ஃபேமிலி எமோஷன்ஸ்ல தான் அவங்க ரொம்ப அதில் தான் கான்சென்ட்ரேட் பண்ணுவாங்க. அண்ட் யா, அதுதான் இதான் கேரக்டர். முன்னால ஃபிலிம் எல்லாம் பார்த்துருக்கீங்களா? ஆமாம். யாருக்கு பார்த்துருக்கீங்க? ஷாஜமுக்கு ஃபிலிம் பார்த்துருக்கீங்க? அவங்க ஃபிலிம் நிறைய பார்த்துருக்கேன். எனக்கு அவர் திருஷ்யம்ல ரொம்ப பிடிக்கும். மொத்தம் ஓடியவன். எஸ், அண்ட் அமித்தோட படமும் நான் பார்த்துருக்கேன். இப்போ சொன்னீங்கல்ல அந்த ப்ரீஸ்ட், அந்த படமும் பார்த்துருக்கேன். அண்ட் சந்தோஷ் கியாட்டு சாரோட படம், அது அவங்கள மீட் பண்ணதுக்கு அப்புறம் தான் நான் அவர் படம் உட்காந்து எல்லாமே பார்த்தேன். പരിചയപ്പെട്ടതിന് ശേഷം കണ്ടുള്ളൂ അല്ലേ? അപ്പം ഒരു തമിഴ് നായികയെ കൂടി നമ്മൾ പ്രേക്ഷകർ മുമ്പിലേക്ക് ഈ സിനിമയോട് കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. 2023 ഒരു തമിഴ് നായികയും കൂടെ നമുക്ക് പ്രേക്ഷകർ മുമ്പിലേക്ക് നമ്മുടെ സംവിധായകരൊക്കെ മുന്നോട്ട് വയ്ക്കുകയാണ്, സ്ക്രിപ്റ്റ് റൈറ്റർമാരും. സന്തോഷ് ജി പറയൂ സാർ, പറയൂ ജി. പല യാത്രകൾ, പല ഓട്ടങ്ങൾ, അസ്ത്രയിൽ വന്ന് നിൽക്കുകയാണ് അല്ലേ? അതെ. കുറേ പോലീസ് വേഷങ്ങൾ, ഇവരെല്ലാം നിയന്ത്രിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ. എങ്ങനെയുണ്ട്? വലതുപക്ഷത്ത് ഇരിക്കുന്ന ആളെന്നും ഇപ്പൊ ഇടതുപക്ഷത്തെത്തി. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട് ഇതിനെക്കുറിച്ച് തുറന്ന് പറയാൻ. അതുകൊണ്ട് തന്നെ വലതുപക്ഷവും ഇടതുപക്ഷവും എന്ത് പറയണമെന്ന് അറിയില്ല. ഗംഭീരമായ വേഷമാണ്. സാധാരണ സിനിമകളൊക്കെ 1-2 സീനുകളിലാണ് പോലീസ് വേഷം ഇങ്ങനെ മിന്നി മറിഞ്ഞു പോകാറ്. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെയല്ല. ത്രൂ ഔട്ട് ഈ ക്യാരക്ടർ ഉണ്ട്. ഒരു പക്ഷേ ഒരു ഘട്ടത്തിൽ ഈ സിനിമയുടെ ഒരു ഗതി മാറ്റിവിടുന്ന ക്യാരക്ടർ അത്രമാത്രം ഇപ്പം പറയാൻ സാധിക്കുള്ളൂ. സാധാരണ 1-2 സീൻ പുള്ളി അങ്ങ് മരിക്കുകയായിരിക്കും. ഇതിലാ മഹാഭാഗ്യം എനിക്ക് കിട്ടി. എന്തായാലും അതിന്റെ നിർമ്മാതാക്കളോടും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സോടും സംവിധായകരോടും ആദ്യമേ നന്ദി. അല്ല, ഇതിൽ കുറച്ച് മാനവിക കഥകളൊക്കെ പറയുന്നത് എന്നിട്ടും കൊല്ലുന്നില്ല അല്ലേ? അല്ല, എന്നിട്ടും കൊല്ലുന്നില്ല. അതാണ് അതിന്റെ വിടമാട്ടെ. നമ്മളോട് ഒരു യാത്ര ചെയ്യുന്നുണ്ട് ഈ സിനിമ. യാത്ര ചെയ്യുന്നുണ്ട് അല്ലേ? അതാണ് നല്ല കൃത്യമായിട്ട് ഇന്ന് പറയേണ്ട ചില വിഷയങ്ങൾ പറയുന്നുണ്ട്. അല്ല, വിഷയങ്ങൾ പറയാൻ താങ്കൾ മിടുക്കനാണല്ലോ. അതെ അല്ലേ ജി? ജി. അല്ല, അപ്പൊ ഷാജിനോട് ചിരിക്കാൻ എല്ലാം അങ്ങോട്ട് പൊക്കോളൂ. അവിടെ നമ്മള് 2 സൈഡിലായി നമ്മള് പ്ലാൻ ചെയ്തല്ലോ. ഒരിക്കലും അതാണ് ഷാജിനോട് ചിരിച്ചത്. ഷാജിനോട് കുറെ വ്യത്യസ്തമായ കുറെ കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മൾ വരും തോറും നമ്മുടെ മനസ്സിലിണങ്ങുന്ന പല വേഷങ്ങളും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം എന്തായാലും തമിഴ് ആക്ടർ വന്നിട്ട് ആദ്യം പറയുന്ന ദൃശ്യത്തിലെ ആ പോലീസ് വേഷങ്ങളാണ് പറയുന്നത്. അതെ, അത് എന്തുമാത്രം ഇഷ്ടപ്പെട്ട് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതാണ്. പല വേഷങ്ങളും നമ്മൾ അറിയപ്പെടുന്നത്, ഇപ്പം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു ഇന്ന ക്യാരക്ടർ വെച്ച് അറിയപ്പെടുന്നുണ്ട് അല്ലേ? വേഷങ്ങൾ ഒത്തിരി പേര് അറിയുന്നു. അങ്ങനെ ഇനിയും നമ്മൾ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്, നമ്മളെ തേടി വരാനിരിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിലൊരാഗ്രഹം എന്തായാലും മനസ്സിലൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്യാത്ത വേഷങ്ങൾ, ഇപ്പം
ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് ഈ ആക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു വലിയ ഭാഗ്യമാണ് ഒരു കഥാപാത്രത്തിൻ്റെ പേരിൽ അറിയപ്പെടുക എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ബേർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനപ്പുറം പോകാൻ വേണ്ടി നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. ഞാനത് പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. മുൻപൊക്കെ നമ്മളൊരു ഒരു ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ കുറേ പേര് വിളിക്കും, ഷാജന സിനിമ കണ്ടിരുന്നു കേട്ടോ, നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ നന്നായിട്ടില്ല കേട്ടോ, പടം ഇതാണ്, നിങ്ങൾ നന്നായിട്ട്, അങ്ങനെ എന്തെങ്കിലും പറയും. പക്ഷെ ഇപ്പം നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു സഹദേവൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറായിട്ട് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ അതിനപ്പുറത്തൊരു പെർഫോമൻസ് കാണിച്ചെങ്കിൽ മാത്രമേ ആളുകൾ അല്ലെങ്കിൽ ആര് പറയും സഹദേവനാ ഷാജോൺ അത് ചെയ്തതല്ല, അപ്പോൾ പുള്ളി ഇത് ചെയ്യും, കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു നമുക്ക് ചലഞ്ചിങ് ആയിട്ടുള്ളൊരു വേഷങ്ങൾ വരിക എന്ന് പറയുന്നതാണ് ഒരു വലിയ ഒരു ടാസ്ക്കാണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഒരു കഥാപാത്രം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതിനെ മറികടക്കാൻ പറ്റുന്ന ഏത് കഥാപാത്രത്തിനും വേണ്ടി നമ്മളിങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ച് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. മനസ്സിലായിട്ട് നമുക്ക് കിട്ടണമല്ലോ, നമ്മളിലേക്ക് വരണം. നമുക്കിപ്പോൾ ഒരിക്കലും ഒരു ഡയറക്ടറോടോ റൈറ്ററോടോ നിങ്ങൾ ആ സിനിമയിൽ ആ ക്യാരക്ടർ എനിക്ക് തരണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്ക് തോന്നണ ഈ ക്യാരക്ടർ അത് ഷാജോണ് കൊടുത്താൽ കുഴപ്പമുണ്ടാവില്ല എന്ന് അവർക്ക് തോന്നി നമ്മളിലേക്ക് വരണം. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. എനിക്ക് തോന്നുന്നു എല്ലാ ആക്ടേഴ്സും അങ്ങനെ തന്നെയാണ്. നമ്മളൊരു മൈൽ സ്റ്റോൺ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് പോകുക എന്ന് പറയുന്നത് നമുക്കൊരു വലിയ ടാസ്ക്കാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഇവിടെ ഈ വയനാട് മേഖലയിലൊക്കെയാണ് ഷൂട്ടിംഗ് ഉണ്ടാവും. അവിടെ വെച്ചുകൊണ്ട് ഒരു അനുഭവം ഉണ്ടാവുമല്ലോ, നമ്മുടെ ഷൂട്ടിംഗ് സമയത്തുണ്ട് ഒരു അനുഭവം പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറഞ്ഞിട്ടായിരിക്കും. പെട്ടെന്ന് ഓർത്തെടുക്കാൻ രാത്രി കാലങ്ങളിലായിരുന്നു, പക്ഷെ അത് നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല. അല്ലേ സന്തോഷ്, നമുക്ക് പറയരുത്, അത് പറയാൻ പറ്റില്ല. ഓഡിയൻസ് നമുക്ക് മിക്കവർക്കും മനസ്സിലായിട്ടുണ്ടാവും. മറക്കാൻ പറ്റാത്ത കാലങ്ങൾ ഇദ്ദേഹം അപ്പോഴും രാത്രി എക്സസൈസ് കാര്യങ്ങൾ അമിത്തിനെ നമ്മൾ ഉപദ്രവിക്കാറില്ല. ഞങ്ങളുടെ നായകനാണ് അമിത്. പാക്കപ്പ് കഴിഞ്ഞാൽ പിന്നെ വേറൊരു മനുഷ്യൻ, വേറൊരു രാജ്യം, വേറൊരു ലോകത്താണ്. ഞങ്ങൾ ഇയാളോട് പറഞ്ഞു നിങ്ങൾ ഫുൾ ഫിറ്റ് ആയിരിക്കണം. ഏത് രീതിക്ക് ഫിറ്റ് ആയിരിക്കും? ഞങ്ങൾ അമിത്തിനോട് പറയാം അമിത് ഫിറ്റ് ആയിരിക്കണം എന്ന് പറയാം. അമിത് ഞങ്ങളോട് പറയും ഫിറ്റ് ആയിരിക്കണം. എല്ലാരും ഫിറ്റ് ആയിരിക്കും. ഫിറ്റ് ആവും. അതിലൊരു മാറ്റം. ഞാൻ ഡയറക്ടറൊക്കെ ആണെങ്കിൽ ആ കാര്യം എല്ലാം ശ്രദ്ധിക്കുന്ന ആളാണ്. എല്ലാം ശ്രദ്ധിക്കും. വളരെ നല്ല ഡയറക്ടറും അതിനൊത്ത പ്രൊഡ്യൂസറും. ചെന്നൈയിൽ നിന്ന് നേരിട്ടെത്തി ഒന്ന് മലയാളം അതിലൊത്ത സ്ക്രിപ്റ്റ് രണ്ട്. ഒരാള് നമുക്ക് ഇച്ചിരി പാവത്താനാണ്, നമുക്ക് ഒരു പാവത്താന. ഒരാള് വിനു എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാള് അതെ നമുക്ക് അമിതിനെ കൂടെ വേണമെങ്കിൽ വിടാം. ജിജു എന്ന് പറയുന്ന ഒരാളുണ്ട്, ഉഗ്ര റൈറ്റിംഗ്. അദ്ദേഹത്തിന് ഓരോ ആർട്ടിസ്റ്റും ഓരോ ആക്ടറും ഓരോ ക്യാരക്ടർ എങ്ങനെയായിരിക്കണം, നൈറ്റ് ഡിസൈനിങ് ഒക്കെ വളരെ പക്ക ചാർട്ടിങ് ആണ്. അല്ല ഇതാണ് ഇപ്പൊ ഓർമ്മ വരുന്നത്. അതെ, പിന്നെ നല്ല രസകരമായ ദിവസങ്ങളാണ്. കാരണം നമ്മളത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. കാര്യം നമ്മൾ ഇപ്പം ഞാൻ അമിതമായിട്ടാണെങ്കിലും സന്തോഷമൊക്കെ ആയിട്ടാണ് നമ്മൾ അഭിനയിക്കുന്നവരാണ്. അത് കൂടാതെ നമ്മൾ പുതിയ കണ്ടുമുട്ടുന്നവരാണ് ഇവരെല്ലാം. അപ്പോൾ അവരൊക്കെ ആയിട്ട് നമുക്കൊന്ന് സെറ്റാകുക എന്ന് പറയുന്നത് അത് വളരെ വിരളമായിട്ടേ കിട്ടുള്ളൂ. എൻ്റെയൊക്കെ ഒരു സ്വഭാവം പറയുകയാണെങ്കിൽ നമ്മളൊരു ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഷൂട്ട് കഴിയുക, നേരെ റൂമിൽ ചെല്ലുക, അപ്പം തന്നെ ലോക്ക് ചെയ്യുക, നമ്മൾ നമ്മുടേതായ ഒരു കാര്യങ്ങളിലോട്ടൊക്കെയാണ് പോകുന്നത്. വളരെ കുറവാണ് ഞാനിങ്ങനെ അതാണ് മറ്റു കമ്പനി. പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ എന്നും പാട്ടും സ്പീക്കറും ഒക്കെ വെച്ച് പാട്ട് പാടുക. അതുപോലെ തന്നെ നല്ല റൈറ്റേഴ്സ് നമ്മുടെ പ്രൊഡ്യൂസർ ആണെന്നുണ്ടെങ്കിലും സന്തോഷമൊക്കെ ആണെന്നുണ്ടെങ്കിലും എൻജോയ് ചെയ്ത് നമ്മൾ രാത്രികളിലൊക്കെ നമ്മൾ പാട്ടൊക്കെ പാടി നല്ല ഫുഡ് കഴിച്ച് ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ. അതിന്റെ ഇടയിൽ നമ്മളെ ഒരാള് 2 തവണയൊക്കെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ട്. മറന്നു, ഒരു ദിവസം ആഘോഷിച്ചിട്ട് മറന്നുപോയി. പൈസ കളയിക്കാൻ തീരുമാനിച്ചു. 2 കേക്ക് അവസാനത്ത് ഞാനും ഷാജോനായിട്ട് ഒരു പ്ലാൻ ഇട്ടു, നമ്മുടെ ബർത്ത്ഡേ ഡേറ്റ് പറയല്ലേ, ആഘോഷിച്ചു കളി. അവിടെ അതും ഞങ്ങൾ പ്ലാൻ ഇട്ടു പ്രൊഡ്യൂസർ. അല്ല ഭയങ്കര രസകരമായിരുന്നു. ഇപ്പൊ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. പക്ഷെ ആ രസകരമായ കാഴ്ചകൾ മാറി നിന്നുകൊണ്ട് ആ ലൊക്കേഷനിൽ പോയി നമ്മൾ ഷൂട്ടിംഗ് സമയത്ത് നമ്മൾ പക്ക ആക്ടർ ആവുന്നു, വലിയ ഒരു സിനിമയുടെ ഭാഗമായി അഭിനയിക്കുകയും ചെയ്യുന്നു. അവിടെയാണ് പെട്ടെന്ന് ചേഞ്ച് നമുക്കുണ്ടാവും അല്ലെ. ആ ചേഞ്ചിങ് ഭയങ്കരമാണ്. ഈ പറഞ്ഞ കുറെ സിനിമകൾ നമ്മുടെ ഒരു ഭാഗ്യം അങ്ങ് എത്തുന്നില്ല എന്ന് തോന്നുന്നു. എനിക്കത് ഒട്ടും എന്താ പറയുക, ഒട്ടും കറക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഭാഗ്യം എന്ന് പറയുന്ന കാര്യം സിനിമ കേട്ടോ. ഒരു സിനിമ വിജയിക്കണമെങ്കിൽ ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഈ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിൽ ആരുടെ ഭാഗ്യം വർക്കൗട്ട് ആവേണ്ടത് വലിയൊരു ചോദ്യമാണ് തീർച്ചയായും. ഇതിൽ ഒരു സിനിമ വിജയിക്കണമെങ്കിൽ ഇതിൽ ആരുടെ ഭാഗ്യം വർക്കൗട്ട് ആവേണ്ടത്? ഒരു ആക്ടറിന്റെ മാത്രം ഭാഗ്യം കൊണ്ടാവോ? ഇല്ല. ഡയറക്ടറിന് മാത്രം ഭാഗ്യം കൊണ്ടാവോ? ഇല്ല. ഒരു എന്താ പറയുക, പ്രൊഡ്യൂസറിന് മാത്രം ഭാഗ്യം. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ കളക്റ്റീവായിട്ടൊരു ടീം വർക്കാണ്. അപ്പോൾ അതിൽ ലാഭമാണെങ്കിലും വിജയമാണെങ്കിലും എന്താണെങ്കിലും ഇറ്റ്സ് എ ടീം വർക്ക്. അപ്പോൾ ഇതിലൊറ്റ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ
വിജയിച്ച ഒരു ടീമിൽ നമ്മൾ നിന്നില്ല, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്ത സിനിമ വിജയിച്ചില്ല. അതിൻ്റെ അകത്ത് ഒറ്റ കാര്യമുള്ളൂ, ഡിഡ് യു ഡു ഇറ്റ്? നമ്മൾ ആ കാര്യം ചെയ്തോ, ചെയ്യാൻ പറ്റിയോ? ചെയ്യാൻ പറ്റുന്നതിൻ്റെ അത്രയും വലിയ ഭാഗ്യം വേറെ. ഇപ്പം നമ്മൾ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുമിച്ച് 3ാമത്തെ സിനിമയുടെ പ്രൊമോഷനാണ് ഒരുമിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ഈ 3 പ്രാവശ്യവും ഇരുന്ന് നമ്മൾ ഈ കാര്യം സംസാരിച്ചാണ് ഭാഗ്യത്തിൻ്റെ കാര്യം. 3 പ്രാവശ്യം ഒരു സിനിമയുടെ നായകനായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റിയതന്നെ ഞാൻ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഭാഗ്യം പിന്നെ നമ്മള് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എപ്പോഴും സിനിമ ഉണ്ടാവും, നമ്മൾ മാറ്റി നിർത്തുന്നില്ല, നമ്മൾ മാറുന്നില്ല, നമ്മൾ സിനിമയെ തേടി പോകുന്നു, സിനിമ നമ്മളെ തേടി. എക്സാക്ട്ലി അല്ലെ, അതാണ് എന്റെ കൃത്യം. കാര്യം എന്റെ പരിപാടി കറക്റ്റ് അല്ലെങ്കിൽ ഞാൻ ആദ്യത്തെ വീട്ടിൽ പോയിരുന്നേ, പിന്നെ പിന്നെ വരണ്ട. ഈ നായകനിൽ നിന്നും മാറി സിനിമകൾ വരാറുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ ജോഷി സാറിന്റെ പാപ്പൻ എന്ന് പറഞ്ഞ സിനിമയില് അതില് മെയിൻ വില്ലൻ ക്യാരക്ടറിന് വേണ്ടിയിട്ട് വിളിച്ചായിരുന്നു. 12th മാനിൽ ജിത് സാറിന്റെ സമയത്ത് വിളിച്ചു. പക്ഷെ ആ സമയമെല്ലാം ഞാൻ 2-3 പടങ്ങള്, ഒന്ന് സന്തോഷം, ഒന്ന് നമ്മളുടെ കമ്മിറ്റ് ചെയ്തേക്കാനായിരുന്നു. അപ്പൊ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് നമുക്ക് വേണ്ടി അത്രയും വലിയ സിനിമയൊന്നും മാറിയില്ല. അപ്പൊ വന്ന സമയത്തൊക്കെ ഞാൻ ഓരോ പടങ്ങളിൽ ഈ നായകനായിട്ട് ഞാൻ പോയി എടുത്താൽ എനിക്ക് തന്നതാണ്. അപ്പൊ തന്നത് നമുക്ക് ഏറ്റവും വലുത്. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പോഴും വിളിക്കുന്ന സമയത്ത് 1-2 ഇതൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങോട്ട് തട്ടിപ്പോകും. പക്ഷെ ഐ എം ഹാപ്പി. ഇപ്പൊ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞ സിനിമയുടെ തന്നെ ഇന്നത്തെ റീച്ചാണ്. ഇന്നിപ്പോ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാലും ഇന്ന് ഇൻസ്റ്റയിലും എല്ലാം വരുന്നത് ഇപ്പൊ ഷാജൻ ചേട്ടന്റെ ഇവരുടെ കാര്യം. അത് ഇപ്പൊ എന്റെ പപ്പ തന്നെ കഴിഞ്ഞ മാസം ഞങ്ങൾ വിട്ടുപോയത്. അപ്പോൾ ആ വിട്ടുപോയ സമയത്തും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ സന്തോഷം എന്ന് പറഞ്ഞ സിനിമയുടെ കണ്ട് വീട്ടിൽ വരുന്ന ഓരോരുത്തർ പപ്പനെ കാണാൻ വരുമ്പോൾ സന്തോഷത്തിനെ കുറിച്ച് പറയുന്നത്, അതൊക്കെ ഇപ്പൊ വാരിക്കുഴിനെ കുറിച്ച് പറയുന്നതൊക്കെ സോ ഹാപ്പി. നേരത്തെ പറഞ്ഞ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അത്ര ക്യാരക്ടറിലേക്ക് പോകുന്നത്. അല്ല, നമ്മൾ ഓൾറെഡി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഇല്ല, 2-3 പ്രാവശ്യം ഞാൻ 2 പ്രാവശ്യം ഓഫറൊന്നും ചെയ്തില്ലായിരുന്നു. എനിക്ക് വേറെ ഒന്നുമല്ല, എനിക്കൊന്നും അതിൻ്റെ ചെയ്യാനില്ല പ്രത്യേകിച്ച്. അല്ലെങ്കിൽ നമുക്കൊരു ഇഷ്ടം തോന്നില്ലേ അത് ചെയ്യണം, നമുക്ക് ഇതിൽ പെർഫോം ചെയ്യാനുണ്ടാവും, ഒരു സീനാണെങ്കിൽ പെർഫോം ചെയ്യണമെന്നുണ്ട്. അതെ, എനിക്ക് അങ്ങനെ തോന്നാത്തതുകൊണ്ട് ഞാൻ 2 ചെയ്തത്. 2 ഭയങ്കരമായിട്ട് തോന്നിയതാണ്, പക്ഷെ എനിക്ക് അത് ചെയ്യാൻ നിർവാഹമില്ലായിരുന്നു. ഞാൻ ഓൾറെഡി കമ്മിറ്റ് ചെയ്താണ് 2 പടങ്ങൾ. അതുകൊണ്ട് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും നേരത്തെ പറഞ്ഞതാണ്, ഭാഗ്യം എന്ന് പറയുന്നത് എന്നെ തേടി വരുന്നതാണ് എന്റെ ഭാഗ്യം. അതെ 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 അതെ, അത് തന്നെയാണ്. കാര്യം വിജയത്തിന് സിനിമ ആയതുകൊണ്ടാണ് ടീം വർക്കാണ്. ഒരാളുടെ ഒരു പരിപാടി കൊണ്ട് മാത്രം ഒരിക്കലും വിജയം എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ പരാജയം നമുക്ക് ഒരാളിലേക്ക് മാത്രം പറയാൻ പറ്റില്ല. ഡയറക്ടറുടെ കുഴപ്പമാണ്, അല്ലെ സ്ക്രിപ്റ്റിന്റെ കുഴപ്പമാണ്, ഹീറോയുടെ കുഴപ്പമാണ്, ഒന്നും പറയാൻ പറ്റില്ല. ഇതൊരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ്. പ്രേക്ഷകരാണ് വിധി എഴുതുന്നത്. പിന്നെ 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 നല്ലതാണെങ്കിൽ അവർ കാണും, അവർ സ്വീകരിക്കും. അത് നമ്മളിപ്പോ കണ്ടുവരുന്ന എല്ലാം അങ്ങനെയാണ്. ഈ നമസ്കാരം, ഈ പറഞ്ഞതുപോലെ വീട്ടിൽ ഞാൻ അല്ലെങ്കിൽ വന്നെങ്കിൽ ഇങ്ങനെ എന്താണെന്ന് പറയുന്നത് തമിഴനടിച്ചോ മാഡം പറഞ്ഞവർക്ക് അറിയാട്ടോ. കുറെ ഇവിടെ സംസാരിച്ചല്ലോ. ഹസ്ബൻഡ് നല്ല ആക്ടറാണ്, ഒത്തിരി എനിക്ക് മെസ്സേജസ് വരും. എനിക്ക് ആദ്യം മനസ്സിലായില്ലായിരുന്നു പുള്ളിക്കാരുടെ ഹസ്ബൻഡ് ഇന്നപോലെ ആക്ടറാന്ന് അറിയില്ല. അപ്പൊ എനിക്ക് സാർ நீங்க படம் என்ன எப்ப ரிலீஸ் நாங்க வந்து குமரன் ഇതാരാന്ന് പിടിയിട്ടുള്ള കുമരൻ എന്ന് പറയുമ്പോ ആരാ ഈ കുമരൻ എന്ന് പറയുന്നത്? കല്യാണം കഴിഞ്ഞ ഞാൻ കല്യാണം നടന്നില്ല. എന്ത് കഷ്ടമാണെന്ന് നോക്കണം. അപ്പൊ കുമരൻ നിന്റെ ആളുടെ ഫാനാണെന്ന് പറഞ്ഞ മെസ്സേജ് എനിക്ക് ഒരു രീതിയിൽ പിടുത്തം കിട്ടല്ലോ. ഇത് എന്താണ് ഇത്, കുമരൻ വന്ന് എനിക്ക് മെസ്സേജ് അയക്കണമെന്ന് പിടുത്തം കിട്ടല്ലോ. അപ്പൊ ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇങ്ങേരെ പുള്ളിക്കാരിയുടെ ഭർത്താവാണ് കുമരൻ. കുമരന്റെ അങ്ങനെ ഒരു ഫാൻസ് അവിടെ ഉണ്ട്, അവരാണ് ഈ ഇഷ്ടത്തോടെ മെസ്സേജ് അയക്കണെന്നുള്ളത്. ഒത്തിരി ഫാൻസ് ഉണ്ട്. സീരിയലില് ഏറ്റവും നമ്പർ 1 ആയിട്ടാണ് നിൽക്കുന്നത്. അടിപൊളി അടിപൊളി. അധികം പുറത്ത് പറയാതിരിക്കാതിരിക്കുന്നുണ്ട്. നിങ്ങളത് പുറത്ത് മാർക്കറ്റുകളല്ലേ. എന്നാലും എനിക്കത് ഭയങ്കര ഷോക്കായി പോയി. പ്രൊഡ്യൂസറും പറഞ്ഞില്ല, ഡയറക്ടറും പറഞ്ഞില്ല, സ്ക്രിപ്റ്റ് റൈറ്റർമാരും പറഞ്ഞില്ല. പറ്റിച്ച് അഭിനയിക്കാം. കല്യാണം അല്ലെങ്കിൽ സന്തോഷെങ്കിലും പറയുന്നത് സന്തോഷം. ഞാനും അല്ല ഇന്നാണ് എനിക്ക് മനസ്സിലായി. ഞാൻ ഇത്രയും കാലം ഈ സുഹാസിനി കുമരകം അപ്പൊ കുമരകത്തുള്ള സുഹാസിനി ഞാൻ പറഞ്ഞു പഠിച്ചു കുറച്ച് തമിഴ് മാത്രം സംസാരിക്കും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ കരിമീൻ കൊണ്ടുവരണം കേട്ടോ എന്ന് പറഞ്ഞു. സുഹാസിന് പറഞ്ഞു സംഭവം ഇപ്പോഴാണ് പിടികിട്ടിയത്. പിടികിട്ടിയത്
മെസ്സേജ് വന്നുകൊണ്ട് നമുക്ക് കുറച്ച് പിടി കിട്ടി. എനിക്ക് അപ്പൊ ഞാൻ ആ കണക്ഷൻ പോയി എടുത്തിട്ടുണ്ട് ഇന്ന ആളാന്ന് വേണ്ടിയിട്ട്. ഉങ്ങളുടെ ഫസ്റ്റ് സബ്ജക്ട് ആര് பேசுறது? இந்த அஸ்ராக்கா ஆக்சுவலி ப்ரொடியூசர் பிரேம் கலாத் அவர் வந்து எங்க ஃபேமிலி ஃப்ரெண்ட் ரொம்ப வருஷமாவே, கிட்டத்தட்ட ஒரு 20 வருஷமா எங்க ஃபேமிலி ஃப்ரெண்ட். ஸோ அவர் வந்து இந்த சப்ஜெக்ட் ரெடி பண்ணதுக்கு அப்புறம் இந்த கேரக்டருக்கு நீங்க கரெக்டா இருப்பீங்க அப்படின்னு வந்து அவர் நினைச்சாரு. சரி ஓகே நம்மளும் ட்ரை பண்ணலாம். அப்புறம் வந்து டைரக்டர் சார் ஆசாத் அல்வல் சார் வந்து மீட் பண்ணதுக்கப்புறம் ஒரு லுக் டெஸ்ட் வச்சோம். அது லுக் டெஸ்ட் வச்சதுக்கு அப்புறம் தான் எல்லாருக்கும் ஒரு சாட்டிஸ்ஃபேக்ஷன், ஓகே இந்த கேரக்டருக்கு நான் கரெக்டா இருப்பேன் அப்படின்னு. ஸோ அதுலேருந்து தான் எல்லாமே ஸ்டார்ட் ஆச்சு. தமிழ்ல 4 ஃபிலிம் ஆமா 4 படம் ரிலீஸ் இருக்கு. இல்ல ரிலீஸ் ஆயிடுச்சு. இப்போ ரீசெண்டா செப்டம்பர்ல வந்து லக்கி மேன் படம் ஒன்று ரிலீஸ் ஆச்சு. யோகி பாபு அவங்களோட படம். ஆமா ஆமா. ஸோ அதுல செகண்ட் ஹீரோயின். ஆமா அந்த எப்படி இருக்கு கேரளா? கேரளா ரொம்ப நல்லா இருக்கு. எனக்கு கேரளா ரொம்ப பிடிக்கும். எனக்கு இங்க அடிக்கடி வர சான்ஸ் கிடைக்காது. பட் பெரிய டைரக்டர் தான். அடுத்த படத்துல அவங்க எனக்கு வர்க் கொடுக்குறாங்க. അല്ല അതെങ്ങനെ കൊടുത്തു? കല്യാണം കഴിച്ചിട്ടില്ല, ഇനി കൊടുക്കില്ല. ഒരാളുടെ അവസരങ്ങളതില്ലേ? இல்ல இது அவருக்கே தெரியாது, நான் சொல்றேன் இப்போ. കണ്ടിപ്പാ கண்டிப்பா ഉറപ്പായിട്ടും കൊടുത്തു. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് പിന്നെ നല്ല ഉഗ്രൻ ആക്ട്രസ് ആണ്. അത് സിനിമ കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് നിങ്ങൾ കരുതണ്ട. ഗംഭീര ഫൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഗംഭീരമായിട്ട് ഫൈറ്റ് ചെയ്തു. ഫൈറ്റ് ഒന്നും വേറെ പരിപാടികളാണ് സിനിമയിൽ. കാരണം കഴിയുമ്പോ ഇനി ഒത്തിരി ഒത്തിരി വേഷങ്ങൾ തേടിയെത്തും. അതെ അതെ അതെ. നല്ല ഇടി ഇടിച്ചിട്ടുണ്ട് പിടിച്ച് ഇവര്. എനിക്ക് കിട്ടിയിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഒരു നമ്മൾ മലയാളത്തിൽ ഒത്തിരി നായികമാരുണ്ട്. പക്ഷെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരാളെ കൊണ്ടുവരണമെങ്കിൽ അവരെ ഒരു കഴിവും, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ പ്രൊഡ്യൂസറുമായിട്ടുള്ള ഒത്തിരി നാളത്തെ കണക്ഷൻ ഉണ്ട്. അത്തരം ആർട്ടിസ്റ്റുകൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ അവർക്കൊരു വ്യത്യസ്തമായ എന്തെങ്കിലും കഴിവുള്ളത് കൊണ്ടായിരിക്കുമെന്നല്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് സിനിമ കാണുമ്പോൾ ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഇവരെ ക്യാരക്ടർ ആപ്റ്റാണ്. ഇവരിലൂടെയാണ് അത് പോകുന്നത് സിനിമ. തീർച്ചയായിട്ടും. ഈ കുമരകത്തിൽ നിന്ന് മീൻ കൊണ്ടുവരുന്ന സത്യത്തിന്റെ കാര്യം പിന്നെ എത്ര എല്ലാ പ്രാവശ്യം വരുമ്പം സന്തോഷം വെയിറ്റ് ചെയ്യും. സുൽത്താൻ ബത്തേരി ആണെന്നുള്ള ഷൂട്ട് അവിടെ അധികം എത്തിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങ് പോവാണ് നമ്മള്. ഇവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന കരിമീൻ ആ സമയത്ത് എത്തുമ്പോൾ എത്ര ദിവസം 2 ദിവസം കഴിഞ്ഞ് എത്തുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തമിഴിൽ സംസാരിച്ചപ്പോൾ എന്തായിരുന്നു വിചാരിച്ചത്? തമിഴിൽ സംസാരിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് സീൻ തമിഴിലല്ല സംസാരിച്ചത്. ആദ്യം തന്നെ എനിക്ക് ആസാദ്, നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ, ഇവരെ ഇങ്ങനെ എടുത്ത് പൊക്കി നടക്കണം. അപ്പൊ തമിഴ് പോയിട്ട് മലയാളം പോലും സംസാരിക്കാൻ പൊക്കിയതാണ്. അപ്പൊ ഡയറക്ടർക്ക് ആണെങ്കിൽ ഈ ഒരു ഏകദേശം 1.5 കിലോമീറ്റർ ദൂരം അങ്ങ് നടക്കണം. ഞങ്ങളത് കട്ട് ചെയ്തു. എനിക്ക് ആ ഷോട്ട് കിട്ടണം. പിന്നെ തമിഴും സംസാരിക്കാൻ പോയില്ല, മലയാളം സംസാരിക്കാൻ പോയില്ല. എങ്ങനെ ഒന്ന് ഭാര്യയുടെ കാലൊളുക്കിയപ്പോ ബാത്റൂമിൽ നിന്ന് പിടിച്ചിറക്കാൻ പറഞ്ഞപ്പോ ഓട്ടോ എടുത്ത് വിട്ട ആളാണ്. 1.5 കിലോമീറ്റർ ആണ് കുമരകംകാരി എടുത്തോണ്ട് നടന്നത്. ഒരു കുഴപ്പമില്ലാതെ അല്ലേ? അല്ല ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഭയങ്കര നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഭയങ്കര രസകരമായിട്ട് നമുക്കറിയാത്തൊരു കുറച്ച് തമിഴ്, ഇപ്പം ഹൈദരാലി സംസാരിക്കുന്ന പോലെയുള്ള കുറെ തമിഴില്ലേ, ആ തമിഴ് ഞങ്ങളും സംസാരിച്ചു. നമുക്ക് ഭാഷ വേണ്ട. അതന്നെ. അല്ല ഇവിടെ ഇടയ്ക്ക് ചിരിച്ച അത് കറക്റ്റാണ്. ഞാൻ പിന്നെ സ്വന്തം തമിഴ് പിടിക്കുമാ ഇല്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഷാജോനൊക്കെ പോയി തമിഴ്നാട്ടിൽ പോയി എത്ര സിനിമകൾ ഞാനും ചെയ്തു. നിങ്ങൾ പോയി ചെയ്തില്ലേ? തമിഴ് അറിഞ്ഞിട്ടാ? ഒന്നല്ല, നമ്മളൊരു ധൈര്യത്തിനങ്ങ് പോവല്ലേ. ധൈര്യത്തിലൊന്നും തമിഴ് ഇന്റർവ്യൂ ഒരൊറ്റ തള്ള ഒറ്റ പോക്ക് അത്രേ ഉള്ളൂ. പെണ്ണ് നോക്കിയിട്ട് കാര്യമില്ല, ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. എന്നാലും ഈ പറഞ്ഞ സിനിമകളിലേക്ക് നമ്മൾ വീണ്ടും എഴുതും. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ആയിരിക്കും ഏറ്റവും ഗംഭീരമാണ് ഇത്ര സിനിമയ്ക്ക് എന്നാണ് നമുക്ക് തോന്നുന്നത് അല്ലെ? അതിൽ വലിയ പ്രാധാന്യം കൊടുക്കണം. ആ കാര്യങ്ങൾ ഇപ്പൊ ഡയറക്ടർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളിൽ നിന്ന് തന്നെയാണ് എനിക്കറിയാൻ. ആരായിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ? റോണി റാൽഫ് എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു. പക്ഷെ എനിക്ക് ഫൈനൽ ബാക്ക്ഗ്രൗണ്ട് മിക്സ് കഴിഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. BG ചെയ്യുന്നതിന് മുമ്പാണ് ഞാൻ പടം കണ്ടത്. അപ്പം അത് ഭംഗിയായിട്ടുണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത്. കാര്യം ഈ പടത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ.
വളരെ ഭംഗിയായിട്ട് ചെയ്തെന്ന് തന്നെ കേട്ടത്. റോണി റാഫേൽ. റോണി റാഫേൽ നമ്മുടെ ഒപ്പം സിനിമയൊക്കെ ചെയ്ത ആളാണ്, മ്യൂസിക് ഡയറക്ടറാണ്. മോഹൻ സിത്താര മ്യൂസിക് മ്യൂസിക് ചെയ്തിരിക്കുന്നത് മോഹൻ സിത്താര, സോങ്സ് മോഹൻചേട്ടനാണ്. ഇതിന് 2 വർഷം മുമ്പായിരുന്നു. അതെ. പിന്നെ ഇതിന്റെ DOP അത് എടുത്തു പറയേണ്ടത് മണി പെരുമാൾ. അദ്ദേഹം ദൃശ്യങ്ങള് ഒത്തിരി മനോഹരമാണല്ലോ ആ ഏരിയയിൽ. ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മറ്റേ തമിഴ് പടമൊക്കെ ചെയ്ത ആളാണ്. ക്യാമറാമാൻ അഖിൽ മോഹനാണ് നമ്മുടെ എഡിറ്റർ. എമ്പുരാനൊക്കെ ചെയ്യുന്ന അഖിലേഷ് മോഹൻ. എമ്പുരാനൊക്കെ ചെയ്യും. അപ്പൊ എല്ലാം വലിയ ടീമുകൾ തന്നെയാണ് അല്ലേ? അതാണ് ഈ സിനിമയുടെ ഒരു വലിയ വിജയത്തിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സന്തോഷയുടെ നേരത്തെ നമ്മൾ ചോദിച്ച ഒരു കാര്യങ്ങൾ ചോദിച്ചാൽ പോലീസ് വേഷങ്ങൾ ഒത്തിരി ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൽ കൊല്ലുന്നില്ല, നമ്മൾ ജീവിച്ചിരിക്കുന്ന പോലീസ് വേഷം. അത് നമ്മൾ തമാശക്ക് പറഞ്ഞതാണ്, അത് ഒന്നാമത് കണ്ടിട്ട് തീരുമാനിച്ചു. തമാശക്ക് പറഞ്ഞതാണെങ്കിൽ സിനിമ കണ്ടുകഴിഞ്ഞാൽ തീരുമാനം. അല്ല, പ്രധാനപ്പെട്ട കാര്യം ഈ പോലീസ് വേഷങ്ങൾ തിരഞ്ഞെടുക്കും തോറും സന്തോഷത്തിന് അതിലേക്ക് മാത്രം പോകുന്നു എന്ന് തോന്നുന്നു. ഞാൻ പോകുന്നില്ല, എന്നെ തേടി വരുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാ ആഗ്രഹമുണ്ട്. മീൻസ് പക്ഷെ അതൊരു നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ്. ഇതൊന്നും നമ്മൾ സ്വപ്നം കണ്ടിട്ടില്ല ചെറുപ്പത്തിൽ അല്ലേ. അപ്പം ഇപ്പം എത്രയോ പ്രഗത്ഭരായ നടന്മാരാണ് ഈ പോലീസ് വേഷമൊക്കെ ഇട്ട് നമ്മുടെ മുമ്പിൽ അഭിനയിച്ച് നിർത്തുന്നത്. അപ്പോൾ അതുപോലെ ആ പോലീസ് വേഷം ഇടാൻ ഒരു ഭാഗ്യം ലഭിക്കുകയാണ്. പിന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടല്ലോ ഒരു ചില വേഷങ്ങൾ അതിൻ്റെ തന്നെ റിപ്പീറ്റ് വന്നുകൊണ്ടേയിരിക്കും. അത് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് രണ്ടാണ്, ജീവനും അതിജീവനും. എനിക്ക് ജീവിക്കണമെങ്കിൽ അഭിനയിച്ചേ പറ്റൂ, വേറെ തൊഴിലൊന്നും അറിയില്ല, വേറെ സമ്പാദ്യങ്ങളും ഇല്ല. ഇനി അതിജീവനം എന്ന് പറയുന്നത് ഈ ക്യാരക്ടറും നേരത്തെ ഷാജോൺ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അടുത്തതിലേക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. അത് തേടി വരട്ടെ എന്നേ വിചാരിക്കാൻ പാടുള്ളൂ. അതിൻ്റെ കൂടെ തിയേറ്ററും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് പോലീസ് വേഷം ചെയ്യും, അപ്പുറം പോയിട്ട് പെണ്ണടം ചെയ്യും, വീണ്ടും വന്ന് പോലീസ് വേഷം ചെയ്യും. പിന്നെ ഇങ്ങനെയെങ്കിലും കിട്ടുന്നുണ്ടല്ലോ, കാരണം അത്രയധികം ആൾക്കാരുള്ളൊരു ഫീൽഡല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് വേഷങ്ങളിലും കിട്ടുന്നതിൽ വളരെ ഹാപ്പിയാണ്. തീർച്ചയായും. ഷാജോണിലുള്ള പോസിറ്റീവ് വശം എന്താണ്? അയ്യോ, അദ്ദേഹം ഒരു ഭയങ്കര എന്താ പറയുക, എനിക്ക് നമ്മൾ 3 പടം അല്ലേ, 3-4 പടം ചെയ്യും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം കരുതിയത് അങ്ങനെയല്ല. അതിനു മുന്നേക്കെ പിന്നെ ഷാജോണേട്ടാ വിളിക്കുന്ന ബഹുമാനം കൊണ്ടാട്ടോ, പൈസ കൊണ്ടൊന്നല്ല. മറ്റു പടങ്ങളൊക്കെ കണ്ടിരുന്നു. നമ്മൾ ഈ ദൃശ്യത്തോടു കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ആക്ടറോടുള്ള നമുക്ക് ഒരു ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് കൂടുന്നത്. അതിനുശേഷം നമ്മൾ കൂടുതൽ അടുത്ത് ഇടപഴകുന്നത്. പക്ഷെ ഇത്രയധികം ഫ്രണ്ട്ലി ആവുന്ന ഇദ്ദേഹം മാത്രമേ, ഇവരെ ഫാമിലി ആയിട്ട് പോലും ഞങ്ങൾ ഭയങ്കര ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇടക്കാലത്ത് കൂടുക പോലും ചെയ്തിരുന്നു. പിന്നെ ഭയങ്കരം ഷെയർ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. നേരത്തെ പറഞ്ഞല്ലോ, അസാധ്യമായിട്ട് പാട്ട് പാടും. വേണമെങ്കിൽ ഷാജോൺ ചേട്ടൻ ഒരു ഡയറക്ടറും കൂടി ആയതുകൊണ്ട് കിട്ടുന്ന സമയങ്ങളൊക്കെ പുള്ളി അതിലേക്ക് പോകാറുണ്ട്. പക്ഷേ ഞങ്ങൾ ഷൂട്ട് ചെയ്ത എല്ലാ ലൊക്കേഷനിലും രാത്രി ജീവിതം അടിപൊളിയായിരുന്നു, ഞങ്ങൾ അടിച്ചു പൊളിക്കാറുണ്ട്. നിങ്ങളത് തെറ്റിദ്ധരിക്കണം. നേരത്തെ നിങ്ങൾ കുറച്ച് തെറ്റിദ്ധരിച്ചോന്നൊരു ഡൗട്ട്. ഞങ്ങൾ ഉദ്ദേശിച്ചത് ഞങ്ങൾ പാട്ട്, സാഹിത്യം, കല, കഥകൾ, കുടുംബം, രാഷ്ട്രീയം മാത്രം. അല്ലാതെ നിങ്ങൾ പാർട്ടി എന്ന് പറയുന്നത് വേറെ തെറ്റിദ്ധരിക്കണ്ട. ഞങ്ങൾ ഉദ്ദേശിച്ച രാഷ്ട്രീയ ഷാജി പക്ക പ്രൊഫഷണലാണ്. പക്ക പ്രൊഫഷണൽ, കറക്റ്റ് ടൈം, കറക്റ്റ് കാര്യം, ചെയ്യേണ്ട കാര്യം പെർഫെക്റ്റ്. അഭിനയത്തിന്റെ കാര്യത്തിലല്ല പറഞ്ഞ കറക്റ്റ് സമയം, രണ്ട് തരത്തിലും എല്ലാം. എന്താ വെച്ചാൽ ഓ ഇവിടെ അത് ഇന്റർവ്യൂ വിട്ടപ്പോ അത് സാർ ഞാനൊന്നും ഇടപെട്ടില്ല. ഷാജോൺ ചേട്ടനല്ല ഇടപെട്ടില്ല. അതൊരു കുറ്റബോധം വന്നു പോയതാണ്. എടുത്തു വെച്ചു അഭിനയത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് അതിലും ബാക്കിയാണ്. സന്തോഷ് കീഴാറിന്റെ നെഗറ്റീവ് എന്താണ്? സന്തോഷ് കീഴാറിന്റെ നെഗറ്റീവ് ഒരു ശ്രദ്ധയില്ല. ഒരു ശ്രദ്ധയില്ല. നമ്മൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാലും അത് നോക്കത്തില്ല. തുടങ്ങിയ തീർക്കണം. അത് ഇന്റർവ്യൂ ആണേലും സിനിമയാണേലും അത് പെട്ടെന്ന് തീർത്തുകളെ. അതാണ് ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്. അനുഭവം എന്താണ്? ഫുഡൊക്കെ കൊണ്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാലേ എങ്ങനെ എപ്പോഴാന്ന് അറിയില്ല, നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് പുള്ളി അത് കഴിച്ചു തീർക്കും. അങ്ങനെ ഒരു ചെറിയൊരു നെഗറ്റീവ് സൈഡ് മാത്രമേ. ഫുഡിനോട് കുറച്ച് താല്പര്യം കൂടുതലുണ്ട്. ഇപ്പൊ ഞങ്ങൾ കണ്ണൂരിൽ നിന്നും വീട്ടിൽ നിന്ന് മറ്റേ ഇലയുടെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഞാൻ ഇപ്പം കഴിഞ്ഞ ദിവസം വീട്ടിലും പറഞ്ഞു ഉക്കരനായിരുന്നു. ഇലയുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തു വിട്ടു. അടിപൊളിയാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഫുഡ് മേടിച്ച് വെക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി പെട്ടെന്ന് കഴിച്ചു തീർക്കും. അതേ ഉള്ളൂ. അത് മാത്രമേ നെഗറ്റീവ് നമുക്ക് കിട്ടില്ല. ആ കാര്യത്തിൽ നല്ല പാസ്റ്റാണ്. ആ മാത്രം. വേറെ എല്ലാ കാര്യത്തിലും നല്ല മനുഷ്യനാണ്.
ഈ ഫുഡ് കഴിക്കണമെന്ന് നെറ്റുമായിട്ട് നമുക്ക് തോന്നിട്ടുള്ളത്. അതെ, ഫുഡ് നമുക്ക് തരില്ല, അത് അതാണ് നെറ്റുമായിട്ട് തോന്നുന്നത്. ഫുഡും തരില്ല, ഒന്നും തരില്ല, എല്ലാം ഒറ്റയ്ക്ക് കഴിച്ചാൽ. ഫുഡും തരില്ല, ഒന്നും തരില്ല, എല്ലാം ഒറ്റയ്ക്ക് തോന്നുന്നത്. എന്തുമായിട്ട് സിനിമ സൂപ്പർ ഹിറ്റ് ആണ്. ഒരു കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് പോയിട്ട് പരാതി കൊടുത്ത് എല്ലാം ഒത്തീർപ്പായോ? പറഞ്ഞ 4 കാര്യങ്ങളും പുള്ളി വളരെ പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട് അല്ലേ? പ്രത്യേകിച്ച് കലാകാരന്മാരുടെ പെൻഷൻ 1000 രൂപയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് 1600 രൂപയാക്കിയിട്ട് ആ ക്ഷേമ പെൻഷൻ ഉയർത്തിയിട്ടുണ്ട്. 4 കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. 4 കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. 4 കാര്യങ്ങളും മുഖ്യമന്ത്രി ഇടപെട്ട് ഓക്കെയാണ് പറഞ്ഞു. ആഡംബര ബസ് ഒന്നുമില്ല, ബസ് കയറി കണ്ടായിരുന്നു. സാധാ ബസ്, ഞാനും നിങ്ങളൊക്കെ പോകുന്ന പോലെ തന്നെ ഒരു നൈറ്റ് ബസ് ഉണ്ടല്ലോ, വോൾവോ ബസ്, അതാണ്. റോബിൻ ബസ്സിനെ കുറിച്ച് ഒരു ബാത്റൂം സെറ്റപ്പ് ഉണ്ട്, അത്രേ ഉള്ളൂ. ബാത്റൂം വേണമല്ലോ. റോബിൻ ബസ്സിനെ കുറിച്ച് എന്താണ്? റോബിൻ ബസ് ഇപ്പോൾ ഭയങ്കര യാത്ര നടത്തുന്നുണ്ട്. അല്ല, അതെന്താ, അതൊക്കെ അതിൻ്റെ നിയമവശങ്ങളെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. അതിന് ഒരുപാട് റൂൾസ് ആൻഡ് ഇതുണ്ടല്ലോ, അത് നമുക്കറിയില്ല. അത് നിങ്ങളൊക്കെ പറയുമ്പോഴേ അറിയുന്നുള്ളൂ അത് എത്രത്തോളമാണ്. പക്ഷെ അത് വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര സ്വീകരണം കൊടുക്കുക, അതിനെ ഭയങ്കര താരമാക്കി മാറ്റുന്ന ഒരു പുതിയ പ്രവണത ഉണ്ടല്ലോ, അത് ഭയങ്കര അപകടകരമാണ്. നിയമം എല്ലാവരും ലംഘിക്കാൻ പോയി കഴിഞ്ഞാൽ നിയമത്തിൻ്റെ കൂടെ പോകണം, നിയമം ലംഘിക്കാൻ പാടില്ല. അതിലും നിങ്ങളുടെ വാർത്തകളിലൂടെ അറിയാൻ സാധിച്ചത് അദ്ദേഹം ഒരുപാട് നിയമലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ തമിഴ്നാട് MPD അവരെ പിടിച്ചു വെച്ചതും പിഴ അടുപ്പിച്ചതും. അപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്തും പിടിക്കരുത്. അല്ല, നിയമത്തിൽ നമ്മൾ ബിസിനസ്സുകാരല്ല, ഇപ്പോൾ നമ്മൾ സാധാരണക്കാരല്ല. സുപ്രീം കോടതി എന്തിനാ നിങ്ങൾ അതൊക്കെ എന്നോട് ചോദിച്ചിട്ട് വെറുതെയെങ്കിലും നിങ്ങളൊക്കെ ട്രോൾ ഉണ്ടാക്കേണ്ട പരിപാടിയാണ്. എന്റെ പൊന്നു മോനെ, ഞാൻ പറഞ്ഞു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അറിയില്ല, അതുകൊണ്ടാണ്. അറിഞ്ഞിട്ടുണ്ട്. അമിത് അതുകൊണ്ട് തല കൃത്യമായിട്ട്